ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമെന്റൽ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഓൾജിബ്ര എന്ന ടോപ്പിക്കിലെ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. SSC CGL എക്സാമിന് നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ CGL എക്സാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. CGL എക്സാമിന് പോകുന്നവർക്ക് അല്ലെങ്കിൽ CGL എക്സാം കഴിഞ്ഞിട്ട് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, CHSLന്റെ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, ഇനി MTS ആയിക്കോട്ടെ, അതുപോലെ CPO, അങ്ങനെയുള്ള എല്ലാ എക്സാംസിനും വേണ്ടി, റെയിൽവേയുടെ എക്സാംസിന് വേണ്ടി എല്ലാം യൂസ് ചെയ്യാം. മെയിൻലി നമ്മുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന CGLനെ ബേസ് ചെയ്തു അങ്ങനെ ഒരു ഹെഡിങ് ഇടുന്നുണ്ടെങ്കിലും SSC, റെയിൽവേ എല്ലാ എക്സാംസിനും വേണ്ടിയുള്ള ഓൾജിബ്രയുടെ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് എങ്ങനെ ചെയ്യാം, വേഗത്തിൽ ചെയ്യാം എന്ന് നമുക്ക് ഇന്ന് കാണാം. അപ്പം നമ്മളുടെ ക്ലാസ്സുകളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ആ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എപ്പോഴും നമ്മൾ കൺസെപ്റ്റിന്റെ ബാക്കിങ്ങിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അത് ഇന്നത്തെ ക്ലാസ്സിലും അതുപോലെ തന്നെ ആയിരിക്കും. ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ് കാണാൻ ശ്രമിക്കുക, നോട്ട് എഴുതി പഠിക്കുക. ഓക്കെ, നമ്മുടെ ചാനലാണ്. മാക്സിമം പേർക്ക് കേരളത്തിലുള്ള എല്ലാവർക്കും നിങ്ങൾ ഈ ചാനലിന്റെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ആള് കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് മാത്സിന്റെ ചേഞ്ച് നിങ്ങൾക്ക് ഈ കമന്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ ക്ലാസ്സിന്റെയൊക്കെ ക്വാളിറ്റി മനസ്സിലായവർ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സ്വന്തമായിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ അടുത്ത് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇഫ് x² + 1/x² വാല്യൂ 7 ആണ്, ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x² - 1/x². അപ്പൊ ഇവിടെ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻ്റെയും, ഫിലിംസ് ആണെങ്കിൽ 2 മാർക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെയും, പിന്നെ 1 മാർക്ക് നെഗറ്റീവ്, അങ്ങനെ 3 മാർക്കിന്റെ നഷ്ടം സംഭവിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മെയിൻസിലാണെങ്കിൽ 4 മാർക്കിന്റെ നഷ്ടമാണ്. 3 മാർക്ക് കിട്ടേണ്ട 3 മാർക്കും 1 മാർക്ക് നമ്മൾ തെറ്റിയേണ്ട നെഗറ്റീവ് മാർക്ക്. യെസ്, മറ്റേത് 2.5 മാർക്കാണ്. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, x² + 1/x² വാല്യൂ 7 ആണ്. അങ്ങനെയാണെങ്കിൽ x² - 1/x² വേണം. അപ്പൊ കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും. ഇവിടെ ഈ ഒരു കണ്ടീഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ x 0-ക്കും 1-നും ഇടയ്ക്കാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1/x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x 0-ക്കും 1-നും ഇടയ്ക്കാണ്, അതായത് 1-ൽ താഴെയാണ്, 0-ൽ വലുതാണ്. അങ്ങനെയാണെങ്കിൽ 1/x എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ x ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, 0-നും 1-നും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ് 0.5. എക്സിന്റെ വാല്യൂ ഞാൻ 0.5, അതായത് 1/2 എന്ന് എടുത്താൽ 1/x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/1/2 2 ആയിരിക്കും. അതായത് 1/x എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ x ആയിരിക്കും. എപ്പോ? x 0-ക്കും 1-നും ഇടയ്ക്കാണ്. ആ കണ്ടീഷനാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഇവിടെ നിന്ന് x² - 1/x² വേണം. a² - b² ആണ് വേണ്ടത്. രണ്ടെണ്ണത്തിന്റെ 2 ടേംസിന്റെ സ്ക്വയറിന്റെ ഡിഫറൻസ് വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? x + 1/x × a + b × a - b ആണ് a² - b² എന്ന് പറയുന്നത്. ഇവിടെ a-ക്ക് വരെ x ഉം b-ക്ക് വരെ 1/x ഉം. x + 1/x ന്റെ വാല്യൂവും x - 1/x ന്റെ വാല്യൂ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് x + 1/x ഉം x - 1/x ഉം കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റും. എന്താ JCB മെത്തേഡ് ഓൾജിബ്ര എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ക്ലാസ്സുകൾ കിട്ടും. അപ്പൊ ഇവിടെ നോക്കുക, x² + 1/x² നമുക്ക് തന്നിട്ടുണ്ട്, 7 തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും JCB മെത്തേഡ്, ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് നിന്ന് ഹയർ പവറിൽ നിന്നും ലോവർ പവറിലോട്ട് വരുന്ന ഒരു മെത്തേഡാണ് JCB മെത്തേഡ്. യെസ്, അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? x² + 1/x² 7 ആണ്. ഇതിൽ നിന്നും x + 1/x കണ്ടുപിടിക്കാം, ഹയർ പവറിൽ നിന്ന് ലോവർ പവർ. അതിന് എന്ത് ചെയ്താൽ മതി? JCB മെത്തേഡ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇവിടെ സപ്പോസ് x² + 1/x² k ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ x + 1/x എന്ന് പറഞ്ഞാൽ റൂട്ട് ആയിരിക്കും. ഹയറിൽ നിന്ന് ലോവറിലോട്ട് വരുമ്പോൾ റൂട്ട് ആയിരിക്കും. ലോവർ പവറിൽ നിന്ന് ഹയർ പവറിലോട്ട് പോകുമ്പോൾ നമ്മൾ സ്ക്വയർ ആയിരിക്കും ചെയ്യുന്നത്. റൂട്ട് എടുക്കുക, റൂട്ട് ഓഫ് എന്താണോ ഇവിടെ ഉള്ള വാല്യൂ, k ആണെങ്കിൽ k എഴുതുക. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് +2. ഇനി x - 1/x ആണെങ്കിലോ റൂട്ട് ഓഫ് k എന്താണ് ഇവിടുത്തെ വാല്യൂ, അതേ -2, k -2. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഈ ഒരു വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇത് ഒറ്റ സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു 10-15 സെക്കൻഡിനകത്ത് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പക്ഷേ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം? അപ്പൊ ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഞാനിപ്പോൾ വളരെ വേഗത്തിലുള്ള മെത്തേഡ് മാത്രം പറഞ്ഞാൽ
അപ്പോൾ ആദ്യം ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചത് കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യം, അതായത് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം, എങ്ങനെ 10 സെക്കൻഡ് ചെയ്യാം, അത് മാത്രം കാണിച്ച് നമ്മുടെ ചാനലിൽ ക്വസ്റ്റ്യൻ ചെയ്യാമെന്നായിരുന്നു. പക്ഷേ പിന്നെ പിന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ 1 വർഷം പിന്നിട്ടു. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ വിചാരിച്ചു അന്ന് എനിക്കിങ്ങനെ ലോങ് പോകണം എന്നുള്ളൊരു കാര്യമൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ, ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബെസ്റ്റ് രീതിയിൽ തന്നെ പറയണം എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ടുപോയത്. പക്ഷെ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഒരുപാട് പേര് നമ്മളുടെ ഇമെയിൽ അയക്കുന്നുണ്ട്, ഡൗട്ട് ചോദിക്കുന്നുണ്ട്. എന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നറിയുന്നു. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റിനും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്, കുറച്ച് സമയം പോയാലും പ്രശ്നമില്ല, നിങ്ങൾ പഠിക്കുക. അതിനുവേണ്ടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇനി എല്ലാ ക്വസ്റ്റിനുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ലൈവ് മോക്ക് ഞാൻ എന്ത് ചെയ്യും, വോളിബോളിന്റെ ലൈവ് മോക്ക് അടുത്ത എക്സാമിന് വേണ്ടിയുള്ള ചെയ്യും. അത് മാത്രം സ്പീഡിൽ ചെയ്യും, മോക്ക് ടെസ്റ്റ് സൊല്യൂഷൻ മാത്രം. ബാക്കിയെല്ലാം ഇതേപോലെ നിങ്ങൾക്ക് ഏത് ബാച്ചായാലും, അർജുന ബാച്ചായാലും കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എണ്ണം കുറവായിരിക്കും, കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാം. അപ്പോൾ ഇനി JCB മെത്തേഡ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ K ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, X+1/X. അപ്പൊ JCB മെത്തേഡ് എപ്പോഴും പ്ലസിൽ നിന്നും എന്ത് ചെയ്യത്തുള്ളൂ, സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അടുത്ത ഇവിടെ JCB മെത്തേഡ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങോട്ടൊക്കെ പോകാം, ഒന്നുകൂടെ റൂട്ട് പോകും. X² ആണെങ്കിൽ X പോയി, പിന്നെ √X വരും. √X+1/X കണ്ടുപിടിക്കാം, 1/√X കണ്ടുപിടിക്കാം, √X - 1/√X കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മൈനസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ JCBയുടെ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഈ ക്വസ്റ്റിന് വേണ്ടി നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമേ. അപ്പൊ ഇത് X² + 1/2 7 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ X+1/X എന്ത് വരും, 7 എന്ന് പറഞ്ഞാൽ നമുക്ക് Kയുടെ പകരമാണ്. അപ്പോൾ X+1/X എന്ത് കിട്ടും ഇവിടെ, √K എന്ന് പറഞ്ഞാൽ എന്താണ്, 7 + 2 എത്ര എന്നിട്ട് 9. അതേ ഇൻറ്റു X-1/X എന്ത് കിട്ടും. അവിടെയാണ് ഒരു ടെസ്റ്റ് വരുന്നത്. X-1/X എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ഇവിടെ കിട്ടുന്ന എന്തായിരിക്കും, √K - 2 7 - 2 √K - 2 മൈനസ് ആയതുകൊണ്ട് K - 2 √5 എന്നായിരിക്കും. അപ്പൊ ഇവിടെ √9 × √5, അതായത് 3√5 എന്നുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. പക്ഷെ ഇത് എഴുതുന്ന ആൾക്കാർക്ക് അവിടെ നിങ്ങൾ പ്രിലിംസ് ആണെങ്കിൽ 2.5 മാർക്കും പോയി, മെയിൻസ് ആണെങ്കിൽ 4 മാർക്കും പോയി. അപ്പൊ സില്ലി മിസ്റ്റേക്ക് ആണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ സില്ലി മിസ്റ്റേക്ക് സംഭവിക്കുന്നത്, ഇവിടെ X<1/X ആണ്. അതായത് X - 1/X എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ചെറിയ വാല്യൂവിൽ നിന്നും വലിയ വാല്യൂ കുറച്ചാൽ അവിടെ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഈ ഒരു √5 ആയിരിക്കും X - 1/X അല്ല, ഇതായിരിക്കും -√5 ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 3 ഇവിടെ മൈനസ് വന്നു, -3√5 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ D ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഇത് ഒരുപാട് പേർക്ക് ഡൗട്ട് വരുന്ന, അല്ലെങ്കിൽ തെറ്റിച്ചിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിന്റെ സൊല്യൂഷൻ നോക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോകും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതെങ്ങനെയായിരിക്കും സെക്കൻഡുകൾ ചെയ്യുന്നത്, ഈ ഒരു കാര്യം നിങ്ങൾ നോക്കിക്കോളുക. X² + 1/2 തന്നിട്ടുണ്ട്, X² - 1/2 വേണം. ഇനി മൈൻഡാണ് X+1/X × 1, X - 1/X, X+1/X JCB ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടി. X - 1/X ശ്രദ്ധിച്ചോണം, ഇവിടെ ഈ ഒരു കണ്ടീഷൻ തന്നാൽ ഇനിയെങ്കിലും ശ്രദ്ധിച്ചോണം, 1/X > X ആണ്. സോ X - 1/X നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ √7 - 2 √5, അത് നെഗറ്റീവ്, -√5 -3√5 എന്ത് ചെയ്യാം, പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെയായിരുന്നു പറയുന്നത്. പക്ഷെ ഒരുപാട് പേർക്ക് ഇത് കാര്യം നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ്സിൽ കിട്ടുന്നില്ല, നല്ല ക്വാളിറ്റി ക്ലാസ്സിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു രീതിയിൽ പറയുമ്പോൾ മനസ്സിലാവാത്തത്. അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ കണ്ടീഷൻ, X > 0 ആണ്. X4 + 1/X4 തന്നിട്ടുണ്ട് 254. വാട്ട് ഇസ് വാല്യൂ ഓഫ് X5 + 1/X5? ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആദ്യം ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ വഴി പറയാം, എന്നിട്ട് ഈസി ആയിട്ടുള്ള പെൻ ഫ്രീ ആയിട്ടുള്ള സൊല്യൂഷൻ പറയാം. X5 + 1/X5 എന്ന് പറഞ്ഞാൽ എന്താ, X5 വരണമെങ്കിൽ X² ഉം X-ന്റെ ക്യൂബ് മൾട്ടിപ്ലൈ ആകും. കാരണം നമുക്ക് ഇതാണ് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും, ഷോർട്ട് ഉള്ളത്. X³ ഇതിന്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ്ട്രാ ആയിട്ട് എന്ത് വരും, ഇവിടെ ഒരു ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ X5, ഇനി ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/X5. ഇനി ബാക്കി എക്സ്ട്രാ എടുക്കുന്ന നേരാ, X² ഉം ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/X, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ X, അതായത് X+1/X അധികം കിട്ടും. അതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, X+1/X ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, X5 + 1/X5 കിട്ടും. കഴിഞ്ഞ ഒരു സീജനിലെ ക്ലാസ്സിൽ ഇത് സെയിം X5 - 1/X5 കണ്ടുപിടിക്കുന്നത് പഠിപ്പിച്ചാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം, ഇതിനകത്ത് X² വേണം, X³ വേണം. X² എന്ന് പറഞ്ഞാൽ എന്ത് വരും, നമ്മളിപ്പോൾ പഠിച്ച JCB മെത്തേഡ് പവർ 4 ആണ്. അത് റൂട്ടിലേക്ക് എപ്പോഴും റൂട്ടാണ് എടുക്കുന്നത്. 2 വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഹയർ പവറിൽ നിന്ന് ലോവർ പവർ 2 വെച്ച് പവർ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നും X² + 1/X² കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, X² + 1/X² എന്താ കിട്ടുന്നത്, നമ്മളുടെ ഇതിന്റെ വാല്യൂ K ആണെങ്കിൽ
റൂട്ട് ഓഫ് കെ പ്ലസ് ടു, അതായത് 256 നമുക്ക് എത്ര കിട്ടും? 16 കിട്ടും. അപ്പൊ നമ്മുടെ ഈ ഒരു എക്സ് സ്ക്വയർ പ്ലസ് 1/x വാല്യൂ 16 കിട്ടും. ഇനി എക്സ് ക്യൂബ് പ്ലസ് 1/x വേണം. അതിനെന്ത് വേണം? അതിന് എക്സ് പ്ലസ് 1/x കിട്ടിയാൽ എക്സ് പ്ലസ് 1/x കെ ആണെങ്കിൽ ഇതെല്ലാം നമ്മൾ അർജുന ബാച്ചിൽ പഠിച്ചാണ്. അർജുന ബാച്ച് കണ്ടിട്ടില്ലാത്തൊരു ദയവായിട്ട് അത് കാണുക. എക്സ് ക്യൂബ് പ്ലസ് 1/x വാല്യൂ എന്തായിരുന്നു? കെ ക്യൂബ് മൈനസ് 3k ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1/x കിട്ടും. ഇനി ഇവിടുന്ന് ഒന്നുകൂടി JCB അപ്ലൈ ചെയ്യാം. JCB അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് എക്സ് പ്ലസ് 1/x വാല്യൂ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് കെ പ്ലസ് 2 റൂട്ട് 18, അത് 9 ഗുണം 2 ആണ്. 9 പുറത്ത് വരുമ്പോൾ 3 റൂട്ട് 2 കിട്ടും. എക്സ് പ്ലസ് 1/x 3 റൂട്ട് 2 കിട്ടും. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല, 0ക്ക് മണ്ണ് അടയ്ക്കാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ 3 റൂട്ട് 2 ആണ് എക്സ് പ്ലസ് 1/x വാല്യൂ. എക്സ് പ്ലസ് 1/x 3 റൂട്ട് 2 ആണെങ്കിൽ, എക്സ് പ്ലസ് 1/x കെ ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് കെ ക്യൂബ് മൈനസ് 3k, 3 റൂട്ടിന്റെ ക്യൂബ്. അതൊക്കെ കാൽക്കുലേഷൻ ചെയ്തേ പറ്റും. 3 റൂട്ടിന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 3ന്റെ ക്യൂബ് 27, റൂട്ടിന്റെ ക്യൂബ് 2 റൂട്ട് 27 2 54, 54 റൂട്ട് 2 അതേ മൈനസ് 3k, 54 റൂട്ട് 2 മൈനസ് 54 റൂട്ട് 2 മൈനസ് 3 ഇൻറ്റു ഈ ഒരു കെയുടെ വാല്യൂ 3 റൂട്ട്, അതായത് 9 റൂട്ട് 2. 54 9 പോയാൽ നമുക്ക് എത്രയാണ്? 45 റൂട്ട്. 45 റൂട്ട് ആണ് നമ്മുടെ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ്. 16 ഗുണം 45 റൂട്ട് 2. അതിന് എന്ത് കുറയ്ക്കണം? ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ ആൻസർ എന്ത് വരും? അതിന്റെ ആൻസർ കാണും. 16 ഗുണം 45, 16 ഗുണം 45 എത്രയാണ്? 450, 45 270 എത്രയാണ്? 720 റൂട്ട്. 720 റൂട്ട് ഇതാ ഇവിടെ കിടക്കുന്നു. അവരെ ഇട്ടിരിക്കും. അതെന്താണ്? നിങ്ങളുടെ സില്ലി മിസ്റ്റേക്ക് ആണ്. നമ്മളുടെ എന്തുകൂടെ കുറയ്ക്കേണ്ടി വരും? ഇതിപ്പോ ഈ പ്രോഡക്റ്റ് ആയുള്ളൂ. എന്നിട്ട് എന്താണ്? എക്സ് പ്ലസ് 1/x അധികം കിടക്കും, അത് കുറയ്ക്കണം. എക്സ് പ്ലസ് 1/x വാല്യൂ എത്രയാണ്? 3 റൂട്ട് എന്ത് ചെയ്യണം? അധികം കുറയ്ക്കണം. അതായത് 720 റൂട്ട് ആണ് 16 ഗുണം 45. ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്താൽ കാൽക്കുലേഷൻ പിടിച്ചു. 720 റൂട്ട് 2 മൈനസ് 3 റൂട്ട്. ഇതൊന്നും ഒരു ദിവസം കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ നടക്കുന്നതല്ല. കണ്ടിന്യൂസ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്താൽ മാത്രമേ, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. 16 ഗുണം 45 720 മൈനസ് 3 റൂട്ട് 2, അതായത് 717 റൂട്ട് 2 ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. ഇനി എങ്ങനെ ആയിരിക്കും ഇത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്? ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? നന്നായിട്ട് പഠിക്കുമ്പോഴാണ്, നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ്. ഇത് കണ്ടു, എക്സ് റേസ് 4 ഇത് കണ്ടു, ഇത് വേണം. ഇത് വേണമെങ്കിൽ സ്ക്വയറും ക്യൂബും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ് പ്ലസ് 1/x കുറയ്ക്കണം. സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് കിട്ടും റൂട്ട് 256 16. 16 ഗുണം ക്യൂബിന്റെ വാല്യൂ വേണം 16, നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് 1/x ആണ്. എക്സ് പ്ലസ് 1/x റൂട്ട് 18, അതായത് 3 റൂട്ട് കിട്ടും. അപ്പോൾ 3 റൂട്ടിന്റെ ക്യൂബ്, അതായത് 3 റൂട്ടിന്റെ ക്യൂബ് മൈനസ് 3k ആണ്. അപ്പോൾ 3 റൂട്ടിന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 27 54 റൂട്ട് മൈനസ് 9 റൂട്ട് 45 റൂട്ട്. ഇതൊക്കെ മൈൻഡിൽ വരും. 45 റൂട്ട് മൈനസ് എന്ത് ചെയ്യണം? എക്സ് പ്ലസ് 1/x 3 റൂട്ട് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഡിറ്റിസം വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇത് 9 ആണ്. 9 മൾട്ടിപ്പിൾ ആണ്. 9 മൈനസ് റൂട്ട് കോമൺ ആണ്. 9 മൈനസ് 3 6. 6ന്റെ 6 ആയിരിക്കും ഡിറ്റിസം. 7 1 8 7 15. 6 ആണ് ഡിറ്റിസം. ഇത് 9 3 ഇതല്ല, 9 ഇതല്ല, 9 ഇത് 6 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. അതായത് 16 ഗുണം 45 450, 45 ഗുണം 10 450, 45 ഗുണം 6 എത്രയാണ്? 270. 270 270 450 770. അതിൽ നിന്ന് എന്ത് ചെയ്യാം? 0 വരും. ഇത്രയും കാര്യങ്ങൾ എഴുതി തന്നെ എന്ത് ചെയ്യാം? 1 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ചെയ്യാം. മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കുറച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതാണോ അതോ പഴയ രീതി ചെയ്യുന്നതാണോ നല്ലതെന്ന് നിങ്ങൾ പറയും. പുതിയ ആൾക്കാരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അവർക്ക് പുതുതായിട്ട് വരുന്നവർക്ക് മനസ്സിലാവും. നിങ്ങൾ ഇപ്പൊ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ ചാനലിൽ കാണാൻ പോകുന്ന വ്യത്യാസം ഇതായിരിക്കും. ഇങ്ങനൊരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ പറയാം. മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് നമ്മൾ പഠിപ്പിക്കുന്നത് വെറുതെ വേസ്റ്റ് ആയി പോകണ്ടല്ലോ. അപ്പോൾ ഈ ഒരു മെത്തേഡും കിട്ടും. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നവർക്ക് എന്ത് ചെയ്യാം? ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ഒരുപാട് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ചിലർക്ക് അറിയില്ല എന്താണ്. ഫോർ വാട്ട് വാല്യൂ ഓഫ് എം വിൽ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ 18x പ്ലസ് my പ്ലസ് 102 ഈക്വൽ ടു 0 ആൻഡ് 23x പ്ലസ് 299y പ്ലസ് 138 0 ഹാവ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഈ നമ്പർ ഓഫ് സൊല്യൂഷൻ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ? 2 ലൈനിന്റെ ഇക്വേഷൻ ആണ്. 2 വരകളുടെ ഇക്വേഷൻ ആണ്. അപ്പോൾ ആ 2 വരകൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിലോ അവർ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. പിന്നെയാണ് നമ്മൾ നോ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നോ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടെണ്ണം ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുക 2 ലൈൻ, ഇതിനാണ് നമ്മൾ യുണീക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. യുണീക് സൊല്യൂഷൻ. ഇനി ആ ഒരു ലൈനിന്റെ മേളിൽ കൂടെയാണ് മറ്റു ലൈൻ പോകുന്നത്. ഒരു ലൈനും അതിന്റെ മേളിൽ കൂടെ മറ്റു ലൈനും പോകുന്നത്. അപ്പൊ എന്താണ് ഇവിടെ? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഇതാണ് നിങ്ങളുടെ ഈ നമ്പർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ കാര്യം. വലിയ പാടായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇതിന് 3 കണ്ടീഷൻ ഉണ്ട്. ഇനി 3 കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ ഉണ്ട് എന്ത് ചെയ്താൽ മതി നോക്കാം. യെസ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ 2 ലൈനും എന്ത് തന്നെ ആയിരിക്കും? സെയിം ഒരു ലൈനിൽ തന്നെ ആയിരിക്കും. 2 സെയിം ആയിരിക്കും. 2 ലൈൻ സെയിം ആയിരിക്കും. 2 സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ കോഎഫിഷ്യന്റ്, അതായത് ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 17 ആണ്. ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് 23 ആണ്. ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ് m ആണ്. ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ് 290. ഇവിടെ കോൺസ്റ്റന്റ് സി 132 ആണ്. ഇവിടെ കോൺസ്റ്റന്റ് 132. അതിന്റെ എല്ലാത്തിന്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാര്യം ഈ 2 ലൈനും സെയിം ലൈനിൽ കൂടെ പോയാൽ മാത്രമേ എന്താവത്തുള്ളൂ? ആ
ആ രണ്ടിനും ഇൻഫൈനൈറ്റ് നമ്പർ, അതായത് മൊത്തം സ്ഥലത്ത് എന്തായിരിക്കും സൊല്യൂഷൻ. ആ ലൈൻ എവിടെ വരെ പോകുന്നു അത്രയും സൊല്യൂഷൻ ആണ്. ഇവിടെ നമുക്ക് എന്ത് പറയാം, എക്സിന്റെ കോഎഫിഷ്യന്റ് 17, വൈയുടെ ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് 17/23 ഈക്വൽ ടു ഇവിടുത്തെ വൈയുടെ കോഎഫിഷ്യന്റ് എം ആണ്, ഡിവൈഡഡ് ബൈ ഇവിടുത്തെ വൈയുടെ കോഎഫിഷ്യന്റ് 299 ആണ്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ഇതുകൂടെ എഴുതാം, 102 ഈക്വൽ ടു 102/110. പക്ഷേ ഇത് ഇതിന്റെ ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്താ, എം കണ്ടുപിടിക്കാൻ ഇത് മതി. എമ്മിന്റെ വാല്യൂ എന്ത് കിട്ടും, 23 വെച്ചിട്ട് ഇതിനെ വെട്ടുമ്പോൾ 1 69 3. അപ്പോൾ എമ്മിന്റെ വാല്യൂ 17 × 13, 17 × 13 എത്രയാണ്, 221. യൂണിറ്റ് 1 ഉണ്ട്, 221. എമ്മിന്റെ വാല്യൂ എന്താ, 221. ഈ കാൽക്കുലേഷൻ ഇങ്ങനെ വേഗത്തിൽ ചെയ്യുന്ന ഈ കാര്യം അറിയണം. ഒന്നാമത്തെ കാര്യം ഈ കാര്യം അറിയണം. പിന്നെ എന്ത് ചെയ്യണം, എക്സ് കോഫിഷ്യന്റ്. അപ്പോൾ 17/23 ഈക്വൽ ടു, അത് ഫസ്റ്റ് എഴുതാം, ഇതങ്ങ് എഴുതി ചെയ്താൽ മതി. അതിനകത്ത് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. നോ സൊല്യൂഷൻ ആകുമ്പോൾ എല്ലാം നോട്ട് ഈക്വൽ ടു. അടുത്ത് നോക്കും, a+b+cയുടെ വാല്യൂ വന്നിട്ടുണ്ട്, a³ + b³ + c³ വന്നിട്ടുണ്ട്, abcയുടെ വാല്യൂ വന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് a² + b² + c² മൈനസ് ab മൈനസ് bc മൈനസ്. ഇവിടെ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ a³ + b³ + c³ 85 മൈനസ് 3abc 75, 10 ഈക്വൽ a + b + c 10/5. രണ്ടെണ്ണം എന്ത് ചെയ്യാം, ഒരു പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. പേന എടുക്കാതെ തന്നെ ചെയ്യണം ഈ ക്വസ്റ്റ്യനൊക്കെ. കാര്യം ആൾക്കാർ പെൻ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ ഇതൊന്ന് പഠിച്ചു നോക്കൂ. നമ്മുടെ ഫോമിൽ എന്താണ്, a³ + b³ + c³ മൈനസ് 3abc. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ a + b + c. ഇനി 3 ഫോമിലുണ്ട്, എല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അർജുന ബാച്ച് എടുത്ത് നോക്കുക. a + b + c ഇൻറ്റു a² + b² + c² മൈനസ് ab മൈനസ് bc മൈനസ് c. ഞാനൊരു ഫോമുലേ ഇപ്പോൾ എഴുതുന്നുള്ളൂ. അർജുന ബാച്ചിട്ട് 3 ഫോമുലേ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാണാത്തൊരു ദയവായിട്ട് അത് കാണും. ഇവിടെ a³ + b³ + c³ വന്നിട്ടുണ്ട് 85. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. abcയുടെ വാല്യൂ 25 ആണെങ്കിൽ 3abc 75 ആണ്, മൈനസ് 75. ഡെയിലി മാത്സിന്റെ എക്സസൈസ് ജോലി കിട്ടുന്നവരെ എഴുതുക. അത് എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതാതിരിക്കരുത്. നിങ്ങളുടെ കാൽക്കുലേഷൻ അതേപോലെ എന്ത് ചെയ്യും, ഡൗൺ ആയിപ്പോൾ. a + b + cയുടെ വാല്യൂ വന്നിട്ടുണ്ട് എത്ര, നമുക്ക് 5. അപ്പോൾ ബാക്കിയുള്ള ഇതിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ അത്രത്തോളം ഇത് സെറ്റ് ആയിരിക്കണം. ഇത് കാണുമ്പോൾ തന്നെ പേന എടുക്കാതെ ചെയ്യുന്ന രീതിയിൽ. കാര്യം ഇതാണ്, 85 - 75 10. 10 ഈക്വൽ ടു 5 നമുക്ക് വേണ്ടുന്ന ആൻസർ ആണ്. അപ്പോൾ 10/5 2 ആൻസർ കിട്ടും. പക്ഷെ ഇങ്ങനെ എഴുതി ചെയ്യുന്ന ഒരാളും പേന എടുക്കാതെ ചെയ്യുന്ന ഒരാളും തമ്മിൽ വലിയ വലിയ വ്യത്യാസമുണ്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നത്തെ ക്ലാസ് ക്വസ്റ്റ്യൻ. ഇഫ് ആൽഫയും ബീറ്റ എന്താണ്, ആർ ദ റൂട്ട്സ് ഓഫ് 6x² + 13x + 7 = 0. ഒരു ഇക്വേഷന്റെ റൂട്ടാണ്. ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ആൽഫയും ബീറ്റയും റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ അർത്ഥമാക്കുന്നത്, ഇവിടെ x², അതായത് എക്സിന് 2 വാല്യൂ ഉണ്ട്. ആ 2 വാല്യൂ കൊടുത്താൽ എന്ത് വരും, ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് x² എന്ന് പറഞ്ഞാൽ എക്സിന് 2 വാല്യൂ വരാം. നമ്മളിത് സോൾവ് ചെയ്ത് പോകുമ്പോൾ എക്സിന്റെ വാല്യൂ റൂട്ട് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സംതിങ് വരും. അപ്പോൾ എക്സിന് 2 വാല്യൂ കൊടുക്കാം. 2 വാല്യൂ പോസിബിൾ ആണ്. ഈ എത്രയാണോ ഹയസ്റ്റ് പവർ അത്രയും വാല്യൂസ് പോസിബിൾ ആയിരിക്കും. സോ ദാറ്റ് ആ ഇക്വേഷൻ എന്ത് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ എക്സിന് സാറ്റിസ്ഫൈ ചെയ്യാവുന്ന ആ 2 വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ ആ 2 വാല്യൂസ് ഏതൊക്കെയാണ്, ആൽഫയും ബീറ്റയാണ്. അപ്പൊ ഈ ഒരു ഇക്വേഷനകത്ത് അങ്ങനെ 2 റൂട്ടുകളുണ്ട്. then the equation whose roots are α² and β². ഇവിടെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. അതിൽ ഒന്നാമത്തെ കാര്യം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം, ജനറൽ ഫോം എങ്ങനെയാണ്. ഇവിടെ ഒരു CHL എക്സാംസിലും CGL എക്സാമിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പവർ 2 വരുന്ന, ഹയസ്റ്റ് പവർ 2 വരുന്ന ഇക്വേഷനാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ത് വേണം, ജനറൽ ഫോം ആണ്. ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, x² മൈനസ് സം ഓഫ് റൂട്ട്സ്. ഇത് പഠിക്കണം. സം ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സിന്റെ വാല്യൂ റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ. അപ്പൊ നമുക്ക് എന്ത് വേണം, ഇവിടെ സം ഓഫ് റൂട്ട് വേണം. ഏത് ഇക്വേഷൻ ആണ് വേണ്ടുന്നത്, അതിന്റെ സം ഓഫ് റൂട്ട് വേണം, അതേപോലെ അതിന്റെ പ്രോഡക്റ്റ് ഓഫ് റൂട്ട് വേണം. നമുക്ക് വേണ്ടുന്ന ആൻസറിനകത്ത് എന്താ, ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ α² β². അപ്പൊ ആദ്യം നമ്മൾ ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കണം, ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കണം. അതായത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, എക്സിന് വരുന്ന 2 വാല്യൂസും കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് വേണം, അത് α² β² ആവുമ്പോൾ, ആ റൂട്ട്സ് α² β² ആവുമ്പോൾ ഉള്ള ഇക്വേഷൻ വേണം. ഇവിടെ ഈ സം ഓഫ് റൂട്ടിന്റെ അവിടെ α² + β², പ്രോഡക്റ്റ് ഓഫ് റൂട്ടിന്റെ അവിടെ α² × β². ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും. നമുക്ക് എങ്ങനെ ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നിങ്ങളൊരു ഇക്വേഷൻ കണ്ടു, 6x² + 13x + 7 = 0. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കണം.
ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിനകത്ത് ഒരു ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇതിന്റെ സം ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇതിന്റെ സം ഓഫ് റൂട്ട്, ഇതിന്റെ റൂട്ട് ഏതൊക്കെയാണ്, ആൽഫയും ബീറ്റയും ആണ്. അപ്പൊ സം ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ സം ഓഫ് റൂട്ട്സ്, അതായത് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സം ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ എ ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. ഇങ്ങനെയാണ് നമ്മൾ നോർമലായിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതുന്നത്. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എയും എക്സിന്റെ കോഎഫിഷ്യന്റ് ബിയും, കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ കൂടെ ഉള്ളത് ഇത് സി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ സം ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ ആണ്. അതായത് മൈനസ് ബി ബൈ എ, ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്, പഠിച്ചിട്ടില്ലാത്തവർ ഇപ്പോൾ പഠിക്കും. മൈനസ് ബി ബൈ എ ആണ്. അതായത് മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിന്റെ കോഎഫിഷ്യന്റ്, മൈനസ് 13 ബൈ എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്, മൈനസ് 13 ബൈ 6 ആണ് ആൽഫ പ്ലസ് ബീറ്റ. ഇനി ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഡക്റ്റ് ഓഫ് റൂട്ട് പഠിക്കേണ്ടതാണ്. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് വരുന്നത്, സി ബൈ എ ആണ്. സി എന്ന് പറഞ്ഞാൽ എന്താ, മൂന്നാമത്തെ ആ കോൺസ്റ്റന്റ് 7/6 ആണ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കിട്ടും. ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയർ കിട്ടും. എന്താണ്, ഇതിന്റെ സ്ക്വയർ എടുക്കുക, 49/36. ഇവിടെ നമുക്ക് എഴുതേണ്ടത് എന്താണ്, 49/36. അതെന്ത് കിട്ടി, ഐഡിയ കിട്ടി. നമുക്ക് സം ഓഫ് റൂട്ട് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ വേണം. ഇവിടെ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റയും കിട്ടി, ആൽഫയും ബീറ്റയും കിട്ടി. നമുക്ക് എന്ത് വേണം, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. കാര്യം ഈ ഫോമിലോട്ട് എത്തിക്കണം നമ്മൾ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ. അതിനകത്ത് എന്ത് ചെയ്യണം, ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയറിൽ നിന്നും എന്ത് ചെയ്യണം, 2 ആൽഫ ബീറ്റ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ, ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ, ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ വരുമ്പോൾ എന്ത് വരും, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ ഉണ്ട്. അതിനകത്ത് എന്ത് ചെയ്യണം, 2 ആൽഫ ബീറ്റ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വാല്യൂ കിട്ടിയത്, ആൽഫ പ്ലസ് ബീറ്റ 13 മൈനസ് 13/6. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് 13 സ്ക്വയർ 169, 6 സ്ക്വയർ 36, മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ, അതായത് 2 ഇൻറ്റു ആൽഫ ബീറ്റ എത്രയാണ്, നമ്മളുടെ 7/6. അപ്പൊ 2 ഇൻറ്റു 7/6 14/6. 14/6നെ ഡിനോമിനേറ്റർ 36 ആക്കാൻ വേണ്ടി മേലും താഴെ 6 കൊണ്ട് ഗുണിക്കാം. 14 6 84 84/36. ഇത് തന്നെയാണ് 14/6 എന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ 6 കൊണ്ട് മേലും താഴെ വെച്ചു. നമുക്ക് എന്ത് കിട്ടും, 84ന്റെ കൂടെ 85 കൂട്ടുമ്പോഴാണ്, 84ന്റെ കൂടെ 85 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് 169 കിട്ടുന്നത്. അതായത് ഇത് 85/36. നമുക്ക് എന്ത് കിട്ടി, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറും കിട്ടി. നമുക്ക് ഇവിടെ അങ്ങോട്ട് ചെയ്യാം. ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് എന്ത് ചെയ്ത് പറഞ്ഞത്. അതിന് സ്പീഡ് എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ ഒരുപാട് പേർക്ക് മനസ്സിലാവത്തില്ല, പിന്നെ നിങ്ങൾ കൂടുതൽ പേര് കാണും. ഓക്കെ, യെസ്. ഇവിടെ നോക്കൂ, നമ്മുടെ ആൻസർ എന്ത് വരും, ആൻസർ നമുക്ക് വേറെ കളറിൽ കൊടുക്കാം. എക്സ് സ്ക്വയർ നമ്മുടെ ജനറൽ ഫോമിലോട്ട് എത്തിക്കുക. എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ പുതിയ ഇക്വേഷന്റെ റൂട്ട് എന്താണ്, ആൽഫ സ്ക്വയറും ബീറ്റ സ്ക്വയറും ആണ്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എത്ര കിട്ടി, 85/36. അത് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട് ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ 49/36 0. എല്ലായിടത്തും എന്ത് ചെയ്യുന്നു, 36 കൊണ്ട് ഗുണിക്കുന്നു. 36 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 36x സ്ക്വയർ മൈനസ് 85x പ്ലസ് 49. 36x സ്ക്വയർ മൈനസ് 85x എവിടെ ഉണ്ട്, 36x സ്ക്വയർ മൈനസ് 85x പ്ലസ് 49 0 എവിടെ ഉണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട്. ഇത് അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റൻ ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഈ കൺസെപ്റ്റ് നിങ്ങൾ അറിയണം എന്ന് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട്. ഇനി എങ്ങനെ ഈസി ആയിട്ട് ചെയ്യും, ഇത് എഴുതേണ്ട ആവശ്യമില്ല, ഇത് പഠിക്കണം, പഠിച്ചു വെക്കേണ്ടതാണ്. ആൽഫ ബീറ്റ റൂട്ടാണ് ഇതിന്റെ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ എഴുതാം ആൽഫ പ്ലസ് ബീറ്റ. ഇവിടെ നിന്ന് എഴുതാം ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ മൈനസ് ബി ബൈ എ മൈനസ് 13/6. ആൽഫ ബീറ്റയുടെ വാല്യൂ സി ബൈ എ 7/6. ഇനി എന്ത് വേണം, നമുക്ക് ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ വേണം. നമുക്ക് 49 ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ 49/36. 49 ലാസ്റ്റ് കിട്ടുമെന്ന് മനസ്സിലായി, പക്ഷേ അതെല്ലായിടത്തും 49. ഇനി അത് പ്ലസ് പ്രോഡക്റ്റ് റൂട്ടാണ്. പ്ലസ് പ്രോഡക്റ്റ് പ്ലസ് 49. അപ്പൊ ഇതുമല്ല രണ്ട് ഓപ്ഷൻ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ഇതിന്റെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അതിന് ഈ കാര്യം അറിയാതെ പറ്റില്ല, ആ കാര്യം അറിയാതെ ഒരിക്കലും പറ്റില്ല. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ ആണ് പ്ലസ് ബീറ്റ സ്ക്വയർ. ഇതിന്റെ ഹോൾ സ്ക്വയർ എടുക്കുക, 169 വേറെ എടുക്കാം, 169 ഇതേ കാര്യം തന്നെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. 36 മൈനസ് 2 ആൽഫ ബീറ്റ, 2 ഇൻറ്റു ആൽഫ ബീറ്റ 14/6, 84/36, അതായത് 85/36. അതാണ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 85/36 പ്ലസ് 49/36 = 0. 36 ഓടിക്കുമ്പോൾ 36x സ്ക്വയർ മൈനസ് 85x പ്ലസ് 49 = 0. ഇത്രയും കാര്യങ്ങൾ എഴുതുന്നുള്ളൂ. നമ്മൾ എഴുതുന്ന എത്രയാണ്, ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പോലും ഈ ഒരു ലെവലിൽ നിങ്ങൾ എല്ലാ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യനും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മാത്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ഒരു ചാനൽ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ക്ലാസ്സുകൾ മതിയെങ്കിൽ നിങ്ങളത് ദയവായിട്ട് കമൻ്റായിട്ട് പറയാം. നിങ്ങൾ ഈ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളെല്ലാവരും കാണുക.
ആദ്യം മുതൽ ഒരു ക്ലാസ് ഇട്ടാൽ അത് ഫുള്ള് കണ്ട് ഇതിന്റെ ഫീഡ്ബാക്ക് പറയാം, കമന്റ് ആയിട്ട് പറയാം, മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക, എല്ലാവരും അറിയട്ടെ, ഷെയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മാഗ്നാമെൻറ്റർ മലയാളത്തിന്റെ എന്തുണ്ട് ഇമെയിൽ അഡ്രസ്സിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. എന്നെ കൊണ്ടാവുന്ന ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ക്ലാസ്സിലും കാണുക. അർച്ചന ബാച്ചും ഏകലവ്യ ബാച്ചും നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡും വോളിബോളിന്റെ ലൈവ് മൂക്ക് ചെയ്തതും ഏകലവ്യ ബാച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, കാണുക, മാക്സിമം ക്ലാസ് കാണുക, കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ.